ശ്രീ എസ് സുരേഷ്, കോൺഗ്രസിനെ എങ്ങനെ ഒരു തൃശങ്കുവിൽ കൊണ്ടുപോയി നിർത്തി, വന്നാലും വന്നില്ലെങ്കിലും അത് അവരുടെ രാഷ്ട്രീയ വീഴ്ചയാണെന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യം ബി ജെ പി കൊണ്ടോ? അല്ല മാധു, ബി ജെ പി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. കോൺഗ്രസിനെ ക്ഷണിച്ചതുപോലെ തന്നെ അവിടെ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റ് ബി ജെ പിയെയും ക്ഷണിച്ചു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു, ഇന്ത്യയിലെ വിവിധ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചു, അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ മുഴുവൻ ക്ഷണിച്ചു. ബി ജെ പിക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നമില്ല. മധ്യപ്രദേശിൽ ഒരു സ്റ്റാൻഡ്, രാജസ്ഥാനിൽ വേറൊരു സ്റ്റാൻഡ്, ഛത്തീസ്ഗഡിൽ മറ്റൊരു സ്റ്റാൻഡ്, കേരളത്തിൽ വേറൊരു സ്റ്റാൻഡ്. ഇത്തരത്തിലുള്ള അർത്ഥശങ്കയ്ക്ക് ബി ജെ പിക്ക് ഒരു അർത്ഥശങ്കയില്ല. ബി ജെ പിക്ക് രാജ്യത്ത് മുഴുവൻ ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് പ്രകടന പത്രികയിലൂടെ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള നിലപാടാണ്. ആ നിലപാട് ഏത് മുസ്ലിം സഹോദരന്മാരുടെ മുമ്പിലും, ക്രിസ്ത്യൻ സഹോദരന്മാരുടെ മുമ്പിലും, കോൺഗ്രസ്സുകാരുടെ മുമ്പിലും, കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിലും, ഹിന്ദി ബെൽറ്റിലും കാശ്മീരിലും മിസോറാമിലും ഒക്കെ ഞങ്ങൾക്ക് ഒരു നിലപാടാണ്. ഞങ്ങൾ അത്തരത്തിൽ ഞങ്ങളുടെ നിലപാടിൻ്റെ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാധുവിനറിയാലോ, കോൺഗ്രസ് ഇവിടെ ഹമാസ് ഐക്യദാർഢ്യ പ്രകടനം നടത്തി കോഴിക്കോട്. എന്നാ നടത്തിയത്? മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, മധ്യപ്രദേശിലെ പരസ്യ പ്രചാരണം കഴിഞ്ഞതിന് ശേഷമാണ് ഹമാസ് ഐക്യദാർഢ്യ സമ്മേളനം. അത് ഹമാസ് അല്ലേ, പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ആവശ്യം എന്തിനാണ്? യുദ്ധം കെടുതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഹമാസിനുള്ള അനുകൂലാവസ്ഥയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹമാസ് ഐക്യദാർഢ്യ സമ്മേളനം പോലും മധ്യപ്രദേശിലെ പരസ്യ പ്രചാരണം കഴിഞ്ഞിട്ട് നടത്താൻ തീരുമാനിച്ച അന്തസ്സില്ലായ്മയും, വേറെ ഭാഷയാണ് കേരളത്തിൽ പറയേണ്ടത്, പക്ഷെ അത് ഞാൻ പറയുന്നില്ല. കാരണം ബഹുമാനായ ശ്രീകുമാറിൻ്റെ പോലെയുള്ള ഒരു പരിണതപ്രജ്ഞനായിട്ടുള്ള കോൺഗ്രസ്സുകാരൻ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നീചമായ നിലപാടെടുത്ത് ജനങ്ങൾ, ഇവിടുത്തെ മുസ്ലിങ്ങളെ പറ്റിക്കാനുള്ള ഒരു നിലപാട്, അവിടുത്തെ ഹിന്ദുവിനെ പറ്റിക്കാൻ മറ്റൊരു നിലപാട്, മിസോറാമിലെ ക്രിസ്ത്യാനിയെ പറ്റിക്കാൻ മറ്റൊരു നിലപാട്, ഇങ്ങനെ മതവിഭാഗങ്ങളെ പറ്റിക്കാനുള്ള നിലപാടാണ് തങ്ങളുടെ മതേതര നിലപാട് എന്ന് കാലാകാലങ്ങളിൽ കാണിക്കുന്ന കോൺഗ്രസിനാണ് പ്രതിസന്ധി. അല്ല, പക്ഷേ വി മുരളീധരൻ പറഞ്ഞത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ക്ഷണം കിട്ടിയിട്ടും പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുക്കാതിരിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനം എന്നാണ്. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം തന്നെ അതിനിടയിൽ പറഞ്ഞത് പലസ്തീൻ റാലി എന്നാണ് കേട്ടോ, ഹമാസ് റാലി എന്നല്ല അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് പറഞ്ഞത് പലസ്തീൻ റാലി എന്നുള്ളതാണ്. അപ്പോൾ ബി ജെ പിക്ക് എന്താണ് അതിൽ ഉത്തരവാദിത്വം എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങ് പറയുന്നത് ബി ജെ പിക്ക് അല്ല എന്നാണ്. പക്ഷെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, കേരളത്തിലെ തന്നെ തലയെടുപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത് അത് ഭൂരിപക്ഷത്തോടുള്ള അവഹേളനമാണ് എന്നാണ്. അപ്പോൾ കോൺഗ്രസിനെ ഒരു തൃശങ്കുവിൽ കൊണ്ടുപോയി, ഒരു വിശ്വ സർക്കിളിൽ കൊണ്ടുപോയി നിർത്തണം എന്നൊരു ആഗ്രഹം, രാഷ്ട്രീയമായ ആഗ്രഹം നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. മാധു, അത് കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യമാണ്. കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ പാർട്ടിയുമായിട്ട് ഇന്നത്തെ കോൺഗ്രസിന് യാതൊരു ബന്ധവുമില്ലെങ്കിലും അവർ പറയുന്നത് എന്താ? മഹാത്മാഗാന്ധിയുടെ സനാതന ഹിന്ദു ആയിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ. രാമരാജ്യം പറഞ്ഞ മഹാത്മാഗാന്ധിയെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ. 1989 നവംബർ 9 ശിലാന്യാസത്തിനായിട്ട് ശ്രീരാമ ജന്മഭൂമി തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ കമൽനാഥ് അവിടെ ശ്രീരാമക്ഷേത്രത്തിന് കോടികൾ സംഭാവന ചെയ്യുമെന്നുൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീരാമക്ഷേത്രമാണ് മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമായിട്ട് ഉയർത്തിയത്. ഛത്തീസ്ഗഡിൽ അതിന് അപ്പുറത്ത് ഗോശാല തുടങ്ങിയും ഗോപൂജ നടത്തിയും കോൺഗ്രസ്സുകാർ അവിടെ ഇലക്ഷൻ പ്രവർത്തനം നടത്തി. അതുപോലെ തന്നെ രാജസ്ഥാനിലും ഇതിന് സമാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടത്തിയത്. അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ പ്രചരണം കഴിഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ വന്ന് ഹമാസ് ഐക്യദാർഢ്യം, ഹമാസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ കാപട്യം ഇന്ത്യയിലെ ജനത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇവിടെ മുസ്ലിം സമൂഹം കോൺഗ്രസിനെ വിശ്വസിക്കാത്തത്, ഹിന്ദു സമൂഹം കോൺഗ്രസിനെ വിശ്വസിക്കാത്തത്, ഇന്നലെ വരെ നട്ടല്ലായിരുന്ന ക്രിസ്ത്യൻ സമൂഹം കോൺഗ്രസിനെ കൈയൊഴിഞ്ഞത്. ഇങ്ങനെയുള്ള ഇവരുടെ കാപട്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആ കാപട്യം ഇന്ത്യൻ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഇവിടെ ശ്രീകുമാറിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്തുകൊണ്ട് ചർച്ചയിൽ വരുന്നില്ല എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് പോലും അന്തസ്സുറ്റ രീതിയിൽ നിന്നുകൊണ്ട് കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ നിലപാടിനനുസരിച്ചോ കമൽനാഥിന്റെ നിലപാടിനനുസരിച്ചോ പറയാനുള്ള ആർജവും നട്ടല്ലുമുള്ള
ഒരു കോൺഗ്രസ് നേതാവ് പോലും ഈ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ കോൺഗ്രസുകാർ എന്താ പേടിച്ച് വരണ്ട് ഓടി ദൂരെ എവിടെയോ മാറി ചില ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനം വരുമ്പോൾ അങ്ങടക്കമുള്ള പാനലിസ്റ്റുകൾ ഓടി ചെയ്യുന്ന രാഷ്ട്രീയ തീരുമാനം. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഒരു ദേശീയ പ്രസിഡന്റ് ഉണ്ട്, ദേശീയ തലത്തിൽ ഒരു നയമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് മിസോറാമിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും BJPക്ക് ഒരു നിലപാട്, ഒരു നയം, ആ നയം പറയണമെന്ന് പറഞ്ഞാൽ പറയും, പറയണ്ട എന്ന് വിചാരിച്ചാൽ പറയില്ല. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുതൽ ബൂത്ത് പ്രസിഡന്റ് വരെയുള്ളവർക്ക് ഒറ്റ നയമാണ്. അതാണ് ഒരു ദേശീയ പാർട്ടി.